നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ അല്ല, കുക്കുവിൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ എണീറ്റ് ഇങ്ങനെ കണ്ണും തുറന്ന് കളിച്ചിട്ട് കിടക്കുകയാണ് കേട്ടോ. അവൾ 5 മണിക്കൊക്കെ എണീറ്റിട്ട് അവളുടെ പ്രഭാത കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഏട്ടൻ എണീറ്റ് വന്നപ്പോൾ അവൾക്ക് പുറത്തൊക്കെ ഇറങ്ങി കളിക്കുകയാണ്. അപ്പോൾ ഞാൻ അടുക്കളയ്ക്കുള്ള വിറക് കൊണ്ടുപോയിരുന്നു. അവളുള്ളപ്പോൾ എപ്പോഴും നമ്മൾ അടുക്കളയിൽ കൂടുതൽ വിറകൊന്നും വയ്ക്കാൻ പറ്റില്ല, കാരണം അവൾ അകത്ത് എല്ലായിടത്തും പരത്തും. ഇങ്ങനെ കൊണ്ടുപോയിട്ട് കടിച്ചു മുറിച്ച് ആകെ നാശാക്കിയിട്ട് കേട്ടോ. വിറക് കാണുമ്പോൾ അവൾക്ക് ഭയങ്കര ഒരു ക്രേസാണ്. അപ്പം ഞാൻ മുറ്റടിച്ചു വരുന്നതിന് മുന്നേ നമുക്ക് ആവശ്യമുള്ള വിറക് കൊണ്ടുപോയിടും അടുക്കളയ്ക്ക്. അപ്പോൾ അതിൽ നിന്നൊരു കൊള്ളി താഴെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ആ വിറക് ഏത് വഴിയാണ് പോയത്, എങ്ങനെ എന്താണെന്നുള്ളതൊക്കെ മണത്തറിഞ്ഞ് അതിനെ അങ്ങനെ കടിച്ച് കീറി എടുക്കുകയാണ് കേട്ടോ. ഞാൻ കുറേ ചോദിച്ചു, പക്ഷെ അവളത് തരുന്നില്ല. കുറേ ഞാൻ അവളുടെ അടുത്ത് തല്ല് കൂടുകയൊക്കെ ചെയ്തു, പക്ഷെ അവൾ തരുന്നില്ല. ഇനി അതിനെ കടിച്ച് മുറിച്ച് പഞ്ചറാക്കിയിടും. അതിന് മുന്നേ ഞാനത് വാങ്ങാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു, പക്ഷെ അവളത് തരുന്നില്ല. ഇനി ഇങ്ങനെ ഇരിക്കട്ടോ അവള്. അങ്ങനെ ഞാൻ ആ വിറക് വാങ്ങി. അതിനുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് കേട്ടോ അത്. വാങ്ങിയതിനുള്ള ഒരു കാട്ടിക്കൂട്ടിലാണത്. പിന്നെ അത് ഒന്ന് സോൾവ് ആയിട്ടോ. പിന്നെ ഞാൻ മുറ്റടിച്ചു വരുന്നു. അപ്പം നമ്മൾ പടിക്കൽ അടിച്ചു വരുമ്പോൾ എപ്പോഴും അവൾ വന്നിരിക്കും, ഗേറ്റിൻ്റെ ആ മുന്നിലും അവിടെ വന്നിരിക്കും. നമുക്ക് കാവലായിട്ട് വന്നിരിക്കും കേട്ടോ. എന്നിട്ട് ആരെങ്കിലും റോഡിലൂടെ ഒക്കെ പോവുകയാണെങ്കിൽ അവരേനൊക്കെ ഒന്ന് കുറച്ച് പേടിപ്പിക്കും. എപ്പോഴും നമുക്ക് തുണയിട്ട് വന്നിരിക്കും കേട്ടോ. ഇവിടെയാണ് ഞങ്ങൾ തമ്മിൽ നല്ലൊരു കോപ്പറേഷൻ ഉള്ളത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഞങ്ങൾക്ക് തമ്മിൽ അടിയാവും കേട്ടോ. കാരണം അടിച്ചു വരുമ്പോൾ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കും, മാറില്ല. എത്ര പറഞ്ഞാലും മാറില്ല കണ്ടോ. ഇങ്ങനെ അടിച്ചു വരുമ്പോൾ അപ്പോൾ വന്ന് നിൽക്കും. അപ്പം ഞാൻ എത്ര പറഞ്ഞാലും കേൾക്കില്ല. മുന്നിൽ അടിച്ചു വരുന്ന ആ ഒരു ഭാഗത്ത് തന്നെ വന്ന് നിൽക്കും കണ്ടോ. ഇങ്ങനെ വന്ന് നിൽക്കും. ഇങ്ങനെ ഓരോ വികൃതി തരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവള്. അപ്പം അതിന് വിജയമാമൻ വന്നു. അപ്പോൾ ആ വിജയമാമൻ്റെ അടുത്തൊന്ന് സ്നേഹത്തിന് പോയി അവള്. പിന്നെ കുറച്ച് ഓടി കളിച്ചതല്ലേ, പിന്നെ കുട്ടി ഉറങ്ങി. കുറച്ച് കഴിഞ്ഞ് അങ്ങനെ ക്ഷീണം വരും. അപ്പം ഞാൻ അടുക്കളയിലേക്ക് പോയപ്പോൾ അവിടെ വന്നിട്ട് അവൾ കിടക്കുകയാണ്, അകത്ത് വന്ന് കിടക്കുകയാണ്. അപ്പം ഞാനൊരു മുട്ടപ്പാപ്പ് ഉണ്ടാക്കി കൊടുത്തു അവൾക്ക്. രാവിലെ അങ്ങനെ നമ്മൾ കോഴിമുട്ട പുഴുങ്ങി കൊടുക്കും കേട്ടോ. ആദ്യം കഴിക്കാനൊക്കെ മടിച്ചു. അപ്പം നമ്മൾ വായിൽ വെച്ച് കൊടുത്തപ്പോൾ പിന്നെ അവൾ തന്നെ സ്വയം കഴിച്ചു തുടങ്ങി കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം നോക്കിയപ്പോൾ അതാ ഭയങ്കരമായിട്ട് ആലോചന. എന്താണാവോ ആലോചിക്കുന്നത്, ഉച്ചത്തെ മെനു ആലോചിക്കണോ എന്തോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഏട്ടൻ വന്നപ്പോൾ ഒന്ന് പുറത്തേക്കൊക്കെ കൊണ്ടുപോകാമെന്ന് കരുതിയിട്ട് റോഡിലേക്ക് ഒന്ന് ഇറക്കുകയാണ്. ഇടയ്ക്ക് ഇവർ രണ്ടുപേരും രാവിലെയും വൈകിട്ടൊക്കെ ഈ റോഡ് കൂടെ അങ്ങനെ നടക്കും കേട്ടോ. അവളുടെ കൂടെ പോയപ്പോഴാണ് കണ്ണിമാങ്ങ ഉണ്ടായി നിൽക്കുന്നത് കണ്ടിട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കുറേ നടന്നു. അവളവിടെ പോയി ഒന്ന് മൂത്രം ഒഴിക്കും. ഇതൊക്കെ ഒരു പതിവാണ് അവളുടെ കേട്ടോ. അകത്തൊഴിച്ചാലും പുറത്ത് പോയി ഒഴിക്കണം എന്നുള്ളതൊരു ശീലമാണ്. അങ്ങനെ ഏട്ടനെയും വലിച്ചിട്ട് അച്ഛമ്മയുടെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു ഇതിലാണ്. പക്ഷേ ഏട്ടൻ പോകാൻ വൈകിയ കാരണം അങ്ങോട്ടൊന്നും പോയില്ല, ഇങ്ങോട്ട് തന്നെ വന്നു. അങ്ങനെ ഓടിച്ചാടി അവൾക്ക് ഈ ഒരു സന്തോഷമാണ് വിട്ട് കഴിഞ്ഞാൽ. പിന്നെ ആള് നല്ല ഉറക്കമായി. ഞാൻ കുറേ നേരം വിളിച്ചു, പക്ഷേ അതൊന്നും കേട്ടില്ല. അതിന് ഭയങ്കര ക്ഷീണമായിരിക്കും തോന്നുന്നുണ്ട്. പാപ്പ കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് കുറച്ച് ചിപ്സൊക്കെ കൊടുത്തു. ചിപ്സൊക്കെ അവൾ ഇങ്ങനെ കഴിച്ചു കേട്ടോ ഇരുന്നിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തു കൂടെ ഒക്കെ നടന്നു. പിന്നെ അവളൊരു കിടത്തുണ്ട്. അവൾക്ക് ഗേറ്റിൻ്റെ മുന്നിലൂടെ വരുന്നതും കാണാം, ഈ ഒരു സൈഡിലൂടെ വഴി കൂടെ ആരെങ്കിലും വരുന്നതും കാണാൻ വേണ്ടിയിട്ട്. ഇതെപ്പോഴും പോയാലും വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കും കേട്ടോ. അപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കുറച്ച് പേടിപ്പിക്കാനും അവൾക്ക് നല്ലൊരിതാണല്ലോ. അങ്ങനെ അപ്പത്തിനും അജയേട്ടൻ വന്നപ്പോൾ അജയേട്ടൻ്റെ അടുത്തേക്ക് ഓടിപ്പോവാണ്. അവിടെ അവളെ ഇങ്ങനെ കൊഞ്ചിക്കണത് അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ വന്നിട്ട് കിടന്നുറങ്ങുകയാണ് കേട്ടോ. ഞാൻ പിന്നെ നോക്കി നോക്കുമ്പോണ്ട് ഈ ചെയറിൻ്റെ അടിയിലുണ്ട്, ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. ഞാൻ 12 മണിയായി അവൾക്കൊരു വെയിൽ കൊള്ളലുണ്ട്. ഇങ്ങനെ ഒരു കിടപ്പാണ് എപ്പോഴും. 12 മണിക്ക് വെയിൽ കൊള്ളണം. അതിന് ശേഷം അവൾക്ക് ഭക്ഷണം കൊടുത്തു. മുട്ടച്ചോറാണ് അവൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക്. അങ്ങനെ എല്ലാം നിർബന്ധമൊന്നുമില്ല കേട്ടോ അവൾക്ക്. എന്ത് ഉണ്ടെങ്കിലും അവൾ കഴിച്ചോളും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞാൽ ഒരു മയക്കുണ്ട്. ഇങ്ങനെ ഈ മേശയുടെ അടിയിൽ വന്ന് ഇങ്ങനെ കിടക്കും. എന്നിട്ട് അവൾ ഇങ്ങനെ ഉറങ്ങും. പിന്നെ അവിടെ നിന്നൊന്നും പൊസിഷൻ പറ്റാനിട്ട് വീണ്ടും ഇപ്പുറത്ത് വന്ന് കിടക്കും, ഇങ്ങനെ കിടക്കും. അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു കിടപ്പാണ് ഈ ഒരു കിടപ്പ്. ഞാൻ കുറേ വിളിച്ചു, കേൾക്കണില്ല കേട്ടോ. അപ്പോൾ അപ്പുറത്തൊരു പശു വിളപ്പ് കൂടെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് അവൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഞെട്ടി എണീക്കലുണ്ട് കേട്ടോ. ഇതന്നെ അവസ്ഥ. എന്നിട്ട് നോക്കിയാണ്, എന്നാൽ മിണ്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ പിന്നെ വൈകുന്നേരമായി. അവൾ പുറത്തൊക്കെ കൂടെ ഓടി കളിച്ച് വന്നു. അപ്പം ഞാൻ പറഞ്ഞില്ല, അടുക്കളയിൽ വല്ല വിറകും കഷ്ണം കണ്ടു കഴിഞ്ഞാൽ അവൾ അത് എടുത്ത് ഓടുന്നു. അതേപോലെ തന്നെ ഇന്ന് ചെയ്തു കേട്ടോ. ഒന്നൊരു ബാക്കി ബാലൻസ് ആയിട്ട് ഉണ്ടായിരുന്നു അടുക്കളയിൽ അവിടെ. അപ്പോൾ ആ വിറകും കൊണ്ട് എടുത്തിട്ട് അവൾ കളിക്കുകയാണ്. ഞാൻ കുറേ വാങ്ങാൻ നോക്കി, പക്ഷെ അവൾ തരില്ല. ആകെ പരത്തിയിട്ടുണ്ടാവും കേട്ടോ അവിടെ. ഇപ്പോൾ ഓടക്കോലും പിടിച്ചിരിക്കും പോലെ ഇങ്ങനെ കടിച്ച് ഒരു ഭാഗം കടിച്ചെടുത്ത് മൊത്തം പൊളിച്ചിട്ടോളൂ. പിന്നെ അവർ അതിനിടയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നിട്ട് ഇങ്ങനെ നടക്കുകയാണ്. വണ്ടി മണം പിടിച്ചിട്ട് ഇങ്ങനെ നടക്കും. കുറേ നേരം വൈകുന്നേരം ഇങ്ങനെ നടക്കൂട്ടോ. അപ്പോൾ ഏട്ടൻ കുക്കുംബറൊക്കെ കഴിക്കുമ്പോൾ അവൾ അതൊക്കെ കഴിച്ചു. എന്നിട്ട് പഠിക്കലൊക്കെ ഒന്ന് പോയി വന്നു. അവളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവൾ
കുറേ നേരം ഒന്നിങ്ങനെ നടക്കും, വയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കും. അപ്പോൾ ഞങ്ങൾ കിടക്കാൻ വിളിക്കുന്നുണ്ട്, പക്ഷെ അവൾ വരുന്നില്ല, നടത്തം കഴിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ലൈറ്റൊക്കെ കെടുത്തിയിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവൾ അകത്തേക്ക് ഇനി ഓടി കയറിയിട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ കുക്കു ഉറങ്ങാൻ കിടന്നു. ഇതാണ് നമ്മുടെ കുക്കുവിൻ്റെ ഒരു ദിവസം.